ഇനി ആലപ്പുഴയിൽ നിന്നുള്ളൊരു കാഴ്ചയിലേക്കാണ്. ആലപ്പുഴക്കാരുടെ ഒരു അഭിമാന പോരാട്ടം എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ഒരു നാടിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് മേൽപ്പാടം ചുണ്ടൻ നീരണിഞ്ഞിരിക്കുകയാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം ചുണ്ടൻ വള്ളങ്ങൾ ഉള്ളപ്പോൾ തങ്ങൾക്കും സ്വന്തമായ ഒരു വള്ളം വേണമെന്ന മേൽപ്പാടത്തുകാരുടെ ആഗ്രഹമാണ് ഇന്ന് നീരണിഞ്ഞത്. മേൽപ്പാടം നിവാസികളായ ചെറുപ്പക്കാരുടെയും പ്രവാസികളുടെയും കൂട്ടായ്മയിലാണ് ചുണ്ടൻ യാഥാർത്ഥ്യമായത്. ഒരു നാടിന്റെ സ്വപ്നമാണ് ഇപ്പോൾ നീര് തൊട്ടത്. സമീപ പ്രദേശങ്ങളിലെല്ലാം ജലരാജാക്കന്മാരായ കാരിച്ചാലും ചെറുതനയും ആയാപ്പറമ്പും നീയവരും ചുണ്ടനുമെല്ലാം തലയുയർത്തി നിൽക്കുമ്പോൾ മേൽപ്പാടത്തുകാർക്കും ആഗ്രഹമുണ്ടായിരുന്നു സ്വന്തമായി ഒരു ചുണ്ടൻ വേണമെന്ന്. ആ അഭിലാഷമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടത്. പുതിയ ചുണ്ടൻ വള്ളം പണിയാൻ വലിയ പണച്ചെലവുണ്ട്. ഒരു പറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് അതിന് മുന്നിട്ടിറങ്ങിയത്. 5000 രൂപ വീതം ഓഹരി വീതം നിശ്ചയിച്ച് വിയ്യപുരം പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിലെയും മാന്നാർ പഞ്ചായത്തിലെ 1, 2 വാർഡുകളിലെയും കുടുംബങ്ങളെ സഹകരിപ്പിച്ചാണ് ചുണ്ടൻ വള്ളത്തിനുള്ള പണം സമാഹരിച്ചത്. 2023 ജൂലൈ 14-ന് പുളികുത്തൽ കർമ്മം നടന്നു. 9 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചു. ഞങ്ങളുടെ മേൽപ്പാടം കരയുടെ ചിരകാല ഒരു അഭിലാഷമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചുണ്ടൻ വേണമെന്നുള്ളത്. വിയ്യപുരം പഞ്ചായത്തിലെ ബാക്കി എല്ലാ കരകൾക്കും വള്ളമുള്ളപ്പോൾ ഞങ്ങൾക്ക് മാത്രം വള്ളമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇതുപോലെ ഒരു ഒറ്റ വർഷത്തിൽ ഏതാണ്ട് 36 കമ്മിറ്റികൾ കൂടി, ഏതാണ്ട് 28-30 കോർ കമ്മിറ്റികൾ കൂടി, എല്ലാ കമ്മിറ്റികളുടെ ആലോചനയിൽ കൂടി മാത്രമാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തത്. അതിന്റെ വിജയമാണ് നിങ്ങളിവിടെ കാണുന്നത്. കരക്കാരിൽ നിന്ന് പിരിച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. വള്ളത്തിന് ഏകദേശം 1650 ടച്ചായി. ഈ വർഷത്തെ നെഹ്റു ട്രോഫി മത്സരിക്കുന്നുണ്ട്. കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബാണ് മേൽപ്പാടം ചുണ്ടനിൽ തുഴയുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ രാജശില്പി കോയിൽ മുക്കമകൻ സാബുനാരായണായിരുന്നു നിർമ്മാണ ചുമതല. 800 ചുബിക്കടി ആഞ്ഞിലിത്തടി, 3 ക്വിന്റൽ ഇരുമ്പ്, 40 കിലോ പിത്തള എന്നിവയാണ് നിർമ്മാണത്തിന് വേണ്ടി വന്നത്. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും 22 ഇഞ്ച് താഴ്ചയുമുള്ള വള്ളത്തിൽ 85 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 7 താളക്കാർ എന്നിവർ ഉണ്ടായിരിക്കും. അടുത്ത ജലോത്സവ സീസൺ മുതൽ മേൽപ്പാടം ചുണ്ടനും കുട്ടനാടിന്റെ പരപ്പുകളിൽ ആവേശം വിതറാനുണ്ടാകും. റിപ്പോർട്ടർ, ആലപ്പുഴ.